സ്ലൈഡ്സ് കാണാനുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ അസിഡിറ്റി ബേസിസിറ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ. ഇപ്പോൾ 2 ലെക്ചേഴ്സ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. So the pH dissociation the acid dissociation constant is denoted by APH, B Ka, C POH, D Kd. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ നൊട്ടേഷൻ എന്താണ്? അതെ, കെ. കെ ആണ് കറക്റ്റ് ആൻസർ. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന് നമ്മൾ കെന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഹെൻഡേഴ്സൺ ഹസൽബാക്ക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 3 molar hydrofluoric acid and 2.5 molar fluoride? Given Ka equal to 6.76 into 10 power minus 4 for hydrofluoric acid. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പി എച്ച് ആണ്. അപ്പോൾ ഹെൻഡേഴ്സൺ ഹസൽബാക്ക് ഇക്വേഷൻ നമുക്കറിയാം, പി എച്ച് ഈക്വൽ ടു പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് ഈ 3 മോളാർ എന്ന് പറയുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എച്ച് എയുടെ കോൺസെൻട്രേഷൻ ആണ് 3 മോളാർ, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ. 2.5 മോളാർ എഫ് മൈനസ് എന്ന് പറയുന്നത് എ മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ്. ആൻഡ് കെ എന്ന് പറയുന്നത് 6.76 ഇൻറ്റു 10 പവർ മൈനസ് 4. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ, എന്താ ആൻസർ കിട്ടണേ നോക്കൂ. ഹലോ, ഒന്നും കേൾക്കണില്ല. അല്ല, സൂര്യദേവ് എന്തോ പറയാൻ ശ്രമിക്കണ്ടോ? കേൾക്കണില്ല. അപ്പം നമുക്ക് ഈ തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എന്താണ് ആൻസർ കിട്ടണേ.
സോൾവ് ചെയ്യാൻ പറ്റണ്ടോ? അത് കുഴപ്പമില്ല. ആൻസർ നെഗറ്റീവ് സൈൻ വരികയാണോ അതോ ലോഗ് എ മൈനസ് ബൈ എച്ച് എ നെഗറ്റീവ് സൈൻ വരികയാണോ ചെയ്യുന്നത്? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടണേ? പി കെ കണ്ടില്ലേ? നമുക്ക് തന്നിട്ടുള്ളത് കെ ആണ്. പി കെ കണ്ടില്ലേ? ഓക്കെ, നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 3 മോളാർ, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് എന്ന് പറയുന്നത് 2.5 മോളാർ. ഇത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡും ഇത് ഫ്ലൂറൈഡും ആണ്. ഇനി കെ എ തന്നിട്ടുണ്ട് 6.76 ഇൻറ്റു 10⁻⁻⁴. അപ്പോൾ പി കെ എന്താ? പി കെ ഈക്വൽ ടു മൈനസ് ലോഗ് കെ. അപ്പോൾ മൈനസ് ഓഫ് ലോഗ് 6.76 ഇൻറ്റു 10⁻⁻⁴ ചെയ്യുമ്പോൾ ആ വാല്യൂ നമുക്ക് 3.17 കിട്ടും. ലോഗ് 6.76 ഇൻറ്റു 10⁻⁻⁴ നമുക്ക് ഒരു മിനിറ്റ്, ലോഗ് 6.76 ഇൻറ്റു 10⁻⁻⁴ എന്ന് പറയുന്നത് -3.17 കിട്ടും. പിന്നെ മൈനസ് ഓഫ് -3.17 എന്നുള്ളത് നമുക്ക് 3.17 കിട്ടി. പിന്നെ പി എച്ച് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ. അപ്പോൾ 3.17 പ്ലസ് ലോഗ് 2.5 ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ ലോഗ് 2.5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് മൈനസ് ഓഫ് 0.079 കിട്ടി. ഈ ലോഗ് 2.5/3 എന്നുള്ളത് മൈനസ് 0.079 കിട്ടി. അപ്പോൾ ആൻസർ എന്താ ഫൈനൽ? 3.09. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? 3.26, 3.17, 3, 3.09. അപ്പോൾ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അതെ.
ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Ibuprofen has a pKa of 4.91. What is the ratio of A minus to HA in the blood? pH equal to 7.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ pKa തന്നിട്ടുണ്ട്, pHും തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് A മൈനസ് ബൈ HAയുടെ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HAൻ്റെ വാല്യൂ ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്നറിയാം. അപ്പോൾ pHും pKയും തന്നിട്ടുണ്ട്. അപ്പോൾ pH മൈനസ് pKa വാല്യൂ കിട്ടും. അത് ലോഗ് ഓഫ് A മൈനസ് ബൈ HA എന്നായിരിക്കും. പിന്നെ നമുക്ക് ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഏതായിരിക്കും ആൻസർ? ബി കറക്റ്റ് ആൻസർ ആണ്. നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഇപ്പോൾ pKa തന്നിട്ടുണ്ട്, ഗിവൺ pKa ഈക്വൽ ടു 4.91, pH ഈക്വൽ ടു 7.4. അപ്പോൾ pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് concentration of A minus divided by concentration of HA, എന്നിട്ട് pH minus pKa equal to log concentration of A minus divided by concentration of HA. അപ്പോൾ 7.4 minus 4.91 equal to log concentration of A minus ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഇതെന്ന് പറയുന്നത് 2.49 ആണ്. A മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് പറയുന്നത് ആൻറ്റി ലോഗ് 10 പവർ ഓഫ് 2.49. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്ററിൽ നോക്കുകയാണെങ്കിൽ 309 എന്ന് വാല്യൂ കിട്ടും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 309. ക്ലിയർ ആണോ? അതെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A buffer contains 0.7 molar ammonia and 0.9 molar ammonium chloride. What is its pH? അപ്പോൾ ഇവിടെ ഇതൊരു സോൾട്ടും ഇതൊരു ബേസും ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഹെൻഡേഴ്സൺ ഹസൽബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് divided by concentration of acid or base. അപ്പോൾ നമുക്കിവിടെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്. സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 0.9 മോളാർ, ആസിഡ് ഓർ ബേസിൻ്റെ കോൺസെൻട്രേഷൻ 0.7 മോളാർ, pKa തന്നിട്ടുണ്ട് 9.248. എത്ര ആൻസർ കിട്ടണേ?
3571 കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം, ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ പി കെ എന്ന് പറയുന്നത് 9.248, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്, അതെന്ന് പറയുന്നത് 0.9 മോളാർന്ന് തന്നിട്ടുണ്ട്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ, ഇത് കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ഈക്വൽ ടു 0.7 മോളാർന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി എച്ച് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗ് concentration of salt divided by concentration of base. അപ്പോൾ 9.248 plus log concentration of, അതായത് 0.9 divided by 0.7, 9.248 plus 0.109, അപ്പോൾ 9.357 വന്നു. നമുക്ക് അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ 358. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പം മാക്സിമം ഈ ഹെൻഡേഴ്സൺ ഹസൽബാക്ക് ഇക്വേഷൻ തറവാക്കാൻ നോക്കുക. ഇതിന് എന്തായാലും ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പി കെ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ആസിഡിൻ്റെ സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ AH ഒരു ആസിഡ് ഒരു സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കോൺജുഗേറ്റ് ബേസും H+ അയോൺസും ഫോം ചെയ്യും. അപ്പോൾ ഈ ആസിഡിൻ്റെ സ്ട്രെങ്ത്, ഈ AHൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫാക്ടറാണ് ദ ഇൻട്രിൻസിക് സ്റ്റെബിലിറ്റി ഓഫ് ദി കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി. Stability can arise, for example, by having the negative charge on an electronegative atom or by spreading the charge over other groups. അപ്പോൾ ഇങ്ങനെ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ വരിക, അല്ലെങ്കിൽ അതിനെ ഡീലോക്കലൈസേഷൻ ചെയ്യാൻ, അതായത് ചാർജിന് വേറെ ഗ്രൂപ്പ്സിക്ക് സ്പ്രെഡ് ചെയ്യാൻ, അതായത് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിലും. Either way, the more stable the conjugate base, the less basic it will be, and so the stronger the acid. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റെബിലൈസ് ആവുന്നോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും ആസിഡ്. മോർ സ്റ്റേബിൾ ദ കോൺജുഗേറ്റ് ബേസ്, ദ സ്ട്രോങ്ങർ വിൽ ബി ദ ആസിഡ്. ഓക്കെ, കോൺജുഗേറ്റ് ബേസ് എങ്ങനെയൊക്കെ സ്റ്റെബിലൈസ്ഡ് ആവാം? ഒന്നുകിൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് വരാം, അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ, ആ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ, അതായത് മോർ ആറ്റംസിക്ക് സ്പ്രെഡ് ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ അത് സ്റ്റെബിലൈസ്ഡ് ആവാം. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവുന്നതോറും ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ബോണ്ട് സ്ട്രെങ്ത് ഓഫ് AH, അതായത് ഈ അതായത് ആറ്റം ഹൈഡ്രജൻ, ഇപ്പം നമ്മൾ ആസിഡിലെ ഈ ഹൈഡ്രജൻ എവിടെ നിന്നാണോ പോണേ, പ്രോട്ടോൺ എവിടെ നിന്നാണോ പോണേ, അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആറ്റമും ആ ഹൈഡ്രജനും ആയിട്ടുള്ള ബോണ്ട് സ്ട്രെങ്ത്. ക്ലിയർലി ദ ഈസിയർ ഇറ്റ് ഈസ് ടു ബ്രേക്ക് ദിസ് ബോണ്ട്, ദ സ്ട്രോങ്ങർ ദ ആസിഡ്. എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ആ പ്രോട്ടോണെ ലൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും ആസിഡ്. അപ്പോൾ എളുപ്പം ബ്രേക്ക് ചെയ്യുന്ന ബോണ്ടാണെങ്കിൽ ആസിഡ് സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കേസ് സോൾവെൻറ്റ്. ദ ബെറ്റർ ദ സോൾവെൻറ്റ് ഈസ് അറ്റ് സ്റ്റെബിലൈസിങ് ദ അയോൺസ് ഫോംഡ്, ദ ഈസിയർ ഇറ്റ് ഈസ് ഫോർ ദ റിയാക്ഷൻ ടു ഓക്കർ. അതായത് നമ്മളിപ്പോൾ അയോൺസ് അല്ലേ റിലീസ് ചെയ്യണത്, അപ്പോൾ അയോൺസിനെ ഈ സോൾവെൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും, അത്രത്തോളം ഫാസ്റ്റായിട്ട് റിയാക്ഷൻ ഒക്കെ ചെയ്യും, അപ്പോൾ സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും.
അപ്പോൾ ഓരോരോ സോൾവെൻറ്റിനനുസരിച്ചിട്ട് ആസിഡിൻ്റെ സ്ട്രെങ്ത് മാറാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് ഈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ദ മോർ സ്റ്റേബിൾ ദ കോൺജുഗേറ്റ് ബേസ്, the stronger will be the acid. An important factor in the stability of conjugate base is which element the negative charge is on. അതായത് more electronegative the element, the more stable the conjugate base. അപ്പോൾ ഇത് ജസ്റ്റ് ആസിഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് തിയറിയാണ്. നമ്മൾ ഇത് ഓരോരോ എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദ നെഗറ്റീവ് ചാർജ് ഓൺ ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് സ്റ്റെബിലൈസസ് ദ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സെക്കൻഡ് റോയിൽ ഹൈഡ്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ CH4, NH3, H2O, HF. അപ്പോൾ CH4ൻ്റെ pK എന്ന് പറയുന്നത് 48 ആണ്, NH3ൻ്റെ pK 33 ആണ്, H2Oൻ്റെ pK 16 ആണ്, HFൻ്റെ pK 3 ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൽ കോൺജുഗേറ്റ് ബേസ് ഇതിപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് എങ്ങനെയാണ് ഫോം ചെയ്യുക? CH3 മൈനസ് NH2 മൈനസ് OH മൈനസ് F മൈനസ്. അപ്പോൾ F മൈനസ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് HFൻ്റെ pK കുറവ്. pK കുറയുമ്പോൾ അസിഡിറ്റി കൂടും, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ നോക്കുകയാണെങ്കിൽ കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, പിന്നെ നൈട്രജൻ, പിന്നെ ഓക്സിജൻ, ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ. അപ്പോൾ ആ ഓർഡറിലാണ് ഇതുപോലെ ആസിഡിൻ്റെ pK വാല്യൂ വരുന്നത്. This trend is due to increasing electronegativity across the period. F minus is much more stable than CH3 minus because fluorine is much more electronegative than carbon. ഈ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി വീക്ക് AH ബോൺസ് മേക്ക് സ്ട്രോങ്ങർ ആസിഡ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ H+ റിലീസ് ചെയ്യുക ഈസി ആണെങ്കിൽ സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും. അപ്പോൾ ആ ആറ്റമും ഹൈഡ്രജനും ആയിട്ടുള്ള ബോണ്ട് എളുപ്പമായിട്ട് നമുക്ക് ക്ലീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ H+ എളുപ്പമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിലും ഗ്രൂപ്പ് 7 അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 താഴെ പോകുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ഈ HF, HCl, HBr, HI. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കാര്യം വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ തന്നെയാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ ഫ്ലൂറിൻ ആയിരിക്കണം എന്താ അസിഡിറ്റി കൂടുതൽ നമ്മൾ വിചാരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു ഫാക്ടർ AH ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ താഴെ പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ്. ഫ്ലൂറിൻ്റെ സൈസ് കുറവാണ്, Cl, ബ്രോമിൻ, അയോഡിൻ. അപ്പോൾ ഓരോ ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും +1 +2 അപ്പോൾ HF ബോണ്ട് സ്ട്രോങ്ങർ ആണ് കമ്പയർഡ് ടു HCl, കമ്പയർഡ് ടു HBr, കമ്പയർഡ് ടു HI. HI ബോണ്ട് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ pK വാല്യൂ ഇങ്ങനെ മാറുന്നത്. HFൻ്റെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാവുകൊണ്ട് അതിൻ്റെ pK 3, HClൻ്റെ കമ്പയർഡ് ടു HF ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ പിന്നെയും കുറഞ്ഞു, -7. HBr HClനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ pK പിന്നെയും കുറഞ്ഞു, -9. HI എന്ന് പറയുമ്പോൾ ആ ബോണ്ട് സ്ട്രെങ്ത് നല്ല കുറവാണ്, അതുകൊണ്ട് -10. ഓവർലാപ്പ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. ഓക്കെ,
Since the electronegativity decrease on descending the group, we might expect an increase in pKs. The decrease observed is actually due to weakening bond strength on descending the group, and to some extent the way in which the charge can be spread over the increasingly larger anions. അതോട് നമ്മളിപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് വീക്കറായി എന്നും പറഞ്ഞു. അതുകൂടാണ്ട് വേറൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ആനയോൺസിന്റെ സൈസ് കൂടും. ആനയോൺസിന്റെ സൈസ് കൂടുമ്പോൾ ചാർജ് കുറേയും കൂടെ സ്പ്രെഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് അസിഡിറ്റി കൂടുന്ന വേറൊരു ഫാക്ടർ. ഓക്കെ, ഓക്കെ, നമുക്ക് വേറെ ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഡീലോക്കലൈസേഷൻ ഓഫ് ദ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസസ് ദ കോൺജുഗേറ്റ് ബേസ്. അപ്പം നമ്മൾ ഈ ആസിഡ്സ് കൺസിഡർ ചെയ്യുക. HClO, HClO2, HClO3 ആൻഡ് HClO4 have pKa values 7.5, അതായത് HClO 7.5, HClO2 2, HClO3 -1, HClO4 -10. ഇതെന്തുകൊണ്ടായിരിക്കും? ചാർജ് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. നമ്മളിവിടെ പറഞ്ഞ പോലെ ഡീലോക്കലൈസേഷൻ ഓഫ് ദ നെഗറ്റീവ് ചാർജ്. അതായത് ഇപ്പോൾ HClOന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ HOCl ഇങ്ങനെയാണ്. അപ്പം ഇത് H+നെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ OCl മൈനസ്, ഓക്സിജനിൽ മാത്രമായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുക. നമ്മൾ HClO2 നോക്കുകയാണെങ്കിൽ H++O- Cl ഡബിൾ ബോണ്ടോ, അത് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ HClO3 2 ഓക്സിജനും കൂടെ എക്സ്ട്രാ വരും ഡീലോക്കലൈസ്ഡ് ആവാൻ. ഇവിടെ 3 ഓക്സിജൻ വരും. അപ്പോൾ ഡീലോക്കലൈസേഷൻ കുറേയും കൂടെ കൂടും. അങ്ങനെ ഡീലോക്കലൈസേഷൻ കൂടുന്നതുകൊണ്ടാണ് ഇവിടെ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടണം. In each case, the acidic proton is on an oxygen attached to chlorine. That is, we are removing a proton from the same environment in each case. Oxygen attached to chlorine. എല്ലാ കേസിലും സിമിലർ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ്? Why then perchloric acid HClO4 some 17 orders of magnitude stronger in acidity than hypochlorous acid? Once the proton is removed, we end up with a negative charge on the oxygen. ഇവിടെ പറഞ്ഞ പോലെ ഓക്സിജനിൽ മാത്രമായിട്ട് നെഗറ്റീവ് ചാർജ് വരും HClOന്റെ കേസിൽ. HClOനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. For hypochlorous acid, this is located on one oxygen. With each successive oxygen, the charge can be more delocalized and this makes the anion more stable. ചാർജ് എത്രത്തോളം എത്രത്തോളം കൂടുതൽ ഡീലോക്കലൈസേഷൻ നടക്കണോ അത്രത്തോളം ആനയോൺ സ്റ്റെബിലൈസ്ഡ് ആവും. ആനയോൺ സ്റ്റെബിലൈസ്ഡ് ആവുക എന്ന് പറയുന്നത് എന്താ? കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവുക. കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവുമ്പോൾ ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, fine. The next question, for example, with perchloric acid, the negative charge can be delocalized over all 4 oxygen atom. Perchloric acid എന്ന് പറയുമ്പോൾ HClO4, അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ നടക്കും, പിന്നെ അതുപോലെ ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ നടക്കും, ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ നടക്കും. അപ്പോൾ കൂടുതൽ ഡീലോക്കലൈസേഷൻ നടക്കുമ്പോൾ ആനയോൺ കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആവും, അങ്ങനെ ആസിഡ് കൂടുതൽ സ്ട്രോങ്ങർ ആവും. ഫൈൻ. ഓക്കെ, ഇതവർ കാണിച്ചിരിക്കുന്നത് ബേസ് അബ്സ്ട്രാക്റ്റ് ചെയ്യും, പ്രോട്ടോണ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും, പിന്നെ ഡീലോക്കലൈസേഷൻ നടക്കുന്നത് കാണിച്ചിരിക്കുകയാണ്. ഫൈനലി ചാർജ് ഇങ്ങനെ
ഈ 4 ഓക്സിജൻ ആറ്റത്തിലുമായിട്ട് ഡീലോക്കലൈസ്ഡ് ചെയ്ത് നിൽക്കണോണ്ട് ഈ ആനയോൺ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. The negative charge on the perchlorate anion can be delocalized equally over all 4 oxygens. Similar arguments explain the pKa for other oxygen acids, for example, ethanol, acetic acid, and methane sulfonic acid. എത്തനോളിൻ്റെ pKa 15.9 ആണ്, അസറ്റിക് ആസിഡ് 4.8, മീഥെയിൻ സൾഫോണിക് ആസിഡ് -1.9. അപ്പോൾ ഇവിടെയും ഫാക്ടർ എഫക്റ്റ് ചെയ്യുന്നത് ഡീലോക്കലൈസേഷൻ ആണ്. ഇവിടെ എത്തോക്സൈഡ്, നമ്മൾ എത്തനോളിന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് ഫോമിന് എത്തോക്സൈഡിൽ ചാർജ് ഇസ് ലോക്കലൈസ്ഡ് ഓൺ 1 ഓക്സിജൻ. ഇനി അസറ്റിക് ആസിഡ് നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് 2 ഓക്സിജനിലായിട്ട് ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ചാർജ് ഡീലോക്കലൈസ്ഡ് ഓവർ 2 ഓക്സിജൻ. ഇനി മീഥെയിൻ സൾഫോണേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, 3 ഓക്സിജൻ ആറ്റത്തിൽ ഡീലോക്കലൈസ്ഡ് ആണ് ചാർജ്. ഇതാണ് ഫൈനൽ സ്ട്രക്ചർ. ഇവിടുന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും, ചാർജ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ്ഡ് ആവും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ്ഡ് ആവും. അങ്ങനെ 3 ഓക്സിജനിലുമായിട്ട് ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് ചാർജ് നിൽക്കണേ. അപ്പോൾ ഡീലോക്കലൈസേഷൻ ഇവിടെ ഏറ്റവും കൂടുതലാവുകൊണ്ടാണ് ഇവിടുത്തെ pK വാല്യൂ ഏറ്റവും കുറവ്. pK വാല്യൂ കുറയുമ്പോൾ ആസിഡിറ്റി കൂടും. ഓക്കെ, ഇനി നമ്മൾ ഫീനോള് കൺസിഡർ ചെയ്യണില്ല. ഇൻ ഫീനോൾ the OH group is directly attached to a benzene ring. On deprotonation, the negative charge can again be delocalized. അതായത് ഡീപ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജിന് അരോമാറ്റിക് റിംഗിലേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോട്ട് ഓൺ ടു അതർ ഓക്സിജൻ ബട്ട് ദിസ് ടൈം ഓൺ ടു ദ അരോമാറ്റിക് റിംഗ് ഇറ്റ് സെൽഫ്. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈക്ലോഹെക്സനോളിൻ്റെ കേസിൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്സിജനിൽ മാത്രമായിട്ട് ഡീലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുക. പക്ഷെ നമ്മൾ ഫീനോളിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് ഫോമുന്ന ഫീനോക്സൈഡ് അയോൺ ഇങ്ങനെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ് അരോമാറ്റിക് റിങ്ങിനകത്ത്. അപ്പോൾ മൊത്തം ഇത്ര ആറ്റത്തിൽ അത് ഡീലോക്കലൈസ്ഡ് ചെയ്ത് നിൽക്കണോണ്ട് ഇവിടെ ഫീനോളിൻ്റെ pK വാല്യൂ എന്ന് പറയുന്നത് സൈക്ലോഹെക്സനോളിൻ്റെ pK വാല്യൂവിനേക്കാളും കുറവാണ്. ക്ലിയർ ആണോ? പിന്നെ ഇവിടുത്തെ ലോൺ പെയർ ഇൻ ദ p orbital can overlap with the pi system of the ring, spreading the negative charge on the oxygen onto the benzene ring. അപ്പോൾ ഈ കേസിൽ ലോൺ പെയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത് p ഓർബിറ്റലാണ്. പക്ഷെ നമ്മൾ സൈക്ലോഹെക്സനോളിൻ്റെ കേസിൽ ലോൺ പെയർ പ്രസൻ്റ് ആയിട്ടുള്ളത് sp2 ഓർബിറ്റൽസ് ആണ്. ദീസ് ടു ലോൺ പെയേഴ്സ് ആർ ഇൻ sp2 orbitals and do not overlap with the pi system of the ring. Okay. The effect of this is to stabilize the phenoxide ion relative to the conjugate base of cyclohexanone where there is no delocalization possible, and this is reflected in the pKs. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവുകൊണ്ടാണ് സൈക്ലോഹെക്സനോളിൻ്റെ pKനേക്കാളും ഫിനോളിൻ്റെ pKa കുറവ് വരുന്നത്. ഫിനോളിൽ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്, വെറാസ് സൈക്ലോഹെക്സനോളിൽ ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് pKa. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഓക്സിജൻ ആസിഡ്സിൻ്റെ pKs 5 യൂണിറ്റ്സ് വെച്ചിട്ട് കുറയുക ചെയ്യുന്നത്. ഇപ്പം RSO2OH നമ്മൾ നേരത്തെ മീഥെയിൻ സൾഫോണിക് ആസിഡ് കണ്ട പോലെ അതിൻ്റെ pKa 0 ആണെങ്കിൽ നമ്മൾ അസറ്റിക് ആസിഡ് പോലത്തെ കേസിൽ RCO2H അവിടെ pKa 5 ആണ്.
ഇനി അരോമാറ്റിക് ഫിനോള് പോലത്തെ കേസാണെങ്കിൽ PKA 10, പിന്നെ എക്ടോക്സൈഡോ സൈക്ലോഹെക്സനോളോ ഒക്കെ പോലുള്ള കേസിൽ PKA 15, ഒരു 5 യൂണിറ്റ്സ് വെച്ച് കൂടുക. ഇതിപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണേ, അപ്രോക്സിമേറ്റ് PKA എന്ന് തന്നിട്ടില്ലേ, ആ ഒരു 5 യൂണിറ്റ്സിൻ്റെ ചേഞ്ച് ആണ് അവിടെ വരുന്നത് ഡീലോക്കലൈസേഷൻ കൂടുന്നതനുസരിച്ച്. The same delocalization of charge can stabilize anions derived from deprotonating carbon acids. ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഓക്സിജൻ ആസിഡ്സിൻ്റെ കേസാണ്. ഓക്സിജനാണ് പ്രോട്ടോണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി ഇതേ കേസ് തന്നെ നമുക്ക് കാർബൺ ആസിഡ്സിനെ ഡീപ്രോട്ടോണേറ്റ് ചെയ്യുമ്പോഴും ആപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണ് ഈ കാർബൺ ആസിഡ്സ് എന്ന് പറയുമ്പോൾ, ദീസ് ആർ ആസിഡ്സ് വേർ ദ പ്രോട്ടോൺ ഈസ് റിമൂവ്ഡ് ഫ്രം കാർബൺ റാദർ ദാൻ ഓക്സിജൻ, ആൻഡ് ഇൻ ജനറൽ ദേ ആർ വീക്കർ ദാൻ ഓക്സിജൻ ആസിഡ്സ് ബിക്കോസ് കാർബൺ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ്. കാർബൺ ആസിഡ്സ് ഓക്സിജൻ ആസിഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വീക്കർ ആസിഡ്സ് ആയിരിക്കും. കാരണം ഓക്സിജൻ ആസിഡ്സിൽ നമ്മൾ പ്രോട്ടോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനിലായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. പക്ഷേ കാർബൺ ആസിഡ്സിൽ കാർബണിലായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് വരുന്നതാണ് പ്രിഫറബിൾ നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് കാർബൺ ആസിഡ്സ് ഓക്സിജൻ ആസിഡ്സിനേക്കാളും വീക്കർ ആസിഡ്സ് ആവുന്നത്. ഇത് ക്ലിയർ ആയോ? ഓക്കെ. If the negative charge can be delocalized onto more electronegative atoms such as oxygen or nitrogen, the conjugate base will be stabilized and hence acid will be stronger. അപ്പോൾ നമുക്ക് ഈ കാർബൺ ആസിഡ്സിൽ കാർബണിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. പക്ഷെ ആ നെഗറ്റീവ് ചാർജിനെ നമുക്ക് വേറെ ആറ്റത്തേക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഓക്സിജനിക്കോ നൈട്രജനിക്കോ ഒക്കെ ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ആസിഡ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഈ ഒരു കേസിൽ 1, 2, 3 പ്രൊപ്പൈൻ്റെ കേസിൽ നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ഇത് ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ് ഇതാണ്. അതിൻ്റെ PKA വാല്യൂ അപ്രോക്സിമേറ്റ്ലി 50 ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ, ഒരു കാർബൺ ആറ്റത്തിൽ മാത്രമായിട്ട് ചാർജ് ലോക്കലൈസ്ഡ് ആണ്. കൂടാണ്ട് കാർബൺ വല്ലാണ്ട് ഇലക്ട്രോനെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുക ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ PKA വാല്യൂ 50 റേഞ്ചിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. പക്ഷേ ആ നെഗറ്റീവ് ചാർജിന് ഡീലോക്കലൈസേഷൻ പോസിബിളാണ്. ഈ 3 ആറ്റത്തിലായിട്ട് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ 50ന്ന് 43 എന്നൊരു ചേഞ്ച് വരുന്നത്. ചാർജ് ഈസ് ഡീലോക്കലൈസ്ഡ് ഓവർ പൈ സിസ്റ്റം ബെറ്റർ ബട്ട് സ്റ്റിൽ നോട്ട് റിയലി ഗുഡ്. കാരണം ഇവിടെ കാർബണിലാണ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് വാല്യൂ ഇത്രയും ഹയർ. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാർബണെ റീപ്ലേസ് ചെയ്ത് ഓക്സിജൻ വന്നു. അപ്പോൾ ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡീലോക്കലൈസ് ചെയ്തിട്ട് ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വാല്യൂ സബ്സ്റ്റാൻഷ്യലി ഡിക്രീസ് ചെയ്തു, 13.5 ആയി. ചാർജ് ഈസ് ഡീലോക്കലൈസ്ഡ് ഓവർ പൈ സിസ്റ്റം ബട്ട് ഈസ് മെയിൻലി ഓൺ ദി ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ. ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജനിക്ക് നെഗറ്റീവ് ചാർജ് വന്നു. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് PKA വാല്യൂ ഇത്രയും കുറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ആൽഡിഹൈഡ്സ് ഉണ്ട്. ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസ് ചെയ്യാം, അതുപോലെ ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആറ്റത്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. ചാർജ് ഡീലോക്കലൈസ്ഡ് ഓവർ പൈ സിസ്റ്റം ബട്ട് മെയിൻലി ഓവർ 2 ഓക്സിജൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഇതിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇനി നമ്മൾ മീഥേൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസിൻ്റെ PKA വാല്യൂ ഇതുപോലെ ഹയർ ആണ്. കാരണം
ഒരു കാർബൺ ആറ്റത്തിൽ മാത്രമായിട്ട് അത് ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ 2 ഓക്സിജനിക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചാർജ് ഈസ് ഡീലോക്കലൈസ്ഡ് ബട്ട് മെയിൻലി ഓൺ ഓക്സിജൻസ് ഓഫ് ദി നൈട്രോ ഗ്രൂപ്പ്. അതുകൊണ്ട് ഇതിൻ്റെ പി കെ എ ഇത്രയും കുറഞ്ഞിട്ടുള്ളത്. ഇനി 2 നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഈ 2 നൈട്രോ ഗ്രൂപ്പ്സിലെ ഓക്സിജനിൽ 2 ഓക്സിജനിക്ക് ഈ ചാർജ് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അതിൻ്റെ പി കെ വീണ്ടും കുറഞ്ഞു. ചാർജ് ക്യാൻ ബി ഡീലോക്കലൈസ്ഡ് ഓവർ 2 നൈട്രോ ഗ്രൂപ്പ്സ് മോർ സ്റ്റേബിൾ ആനയോൺ. ഇനി 3 നൈട്രോ ഗ്രൂപ്പ്സ് വരുമ്പോൾ 3 നൈട്രോ ഗ്രൂപ്പ്സിൻ്റെയും ഓക്സിജനിക്ക് ചാർജിന് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആനിയോണാണ്. അങ്ങനെ അതിൻ്റെ പി കെ കുറേയും കൂടെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് തന്നിട്ട് അതിൻ്റെ പി കെ വൈസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പോൾ? ഓക്കെ. ഇനി it is necessary for a group to be conjugated in order to spread the negative. It is necessary for a group to be conjugated in order to spread the negative charge. Any group that withdraws electron will help to stabilize the conjugate base and therefore increase the strength of acid. അപ്പം നമ്മൾ ഇലക്ട്രോണിക് എഫക്ട്സ് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആസിഡിൻ്റെ സ്ട്രെങ്ത്തും നമ്മൾ ജസ്റ്റ് ഒന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി അത് വിഡ്രോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് ആസിഡിൻ്റെ സ്ട്രെങ്ത് മീൻസ് കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവും. അങ്ങനെ ആസിഡ് സ്ട്രോങ്ങർ ആവും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ നൈട്രോ ഗ്രൂപ്പ് NMe3+, സയനോ, പിന്നെ അതുപോലെ ഈ കാർബോണിലൊക്കെ വരുമ്പോൾ അതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പം നമ്മൾ ഈ ഒരു അസറ്റിക് ആസിഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഗ്രൂപ്പ്സ് വരുന്നതനുസരിച്ച് പി കെയിൽ വരുന്ന മാറ്റം കാണാം. പി കെ കുറേയുണ്ട്. നൈട്രോ ഗ്രൂപ്പ് വരുമ്പോൾ 1.7, NMe3+ വരുമ്പോൾ 1.8, സയനോ വരുമ്പോൾ 2.4, ഇതുപോലെ കാർബോണിൽ വരുമ്പോൾ 3.6. അപ്പോൾ വാല്യൂസിൽ മാറ്റം വരുന്നുണ്ട്. അത് ഓരോരോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് പി കെ വാല്യൂ കുറയണം. ഓക്കെ. നമ്മൾ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ലോവറിങ് ദ പി കെ ഓഫ് ആൽക്കഹോൾസ്. ഇപ്പം നമ്മൾ മെത്തനോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പി കെ 15.5 ആണ്. അപ്പം മെത്തനോളിൽ ഇതുപോലെ CF3CH2OH. അപ്പോൾ CF3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പം അതിൻ്റെ പ്രസൻസിൽ ഈ പി കെ വാല്യൂ വീണ്ടും കുറഞ്ഞു, 12.4 ആയി. ഈ 2 CF3 വരികയാണെങ്കിൽ പി കെ വീണ്ടും കുറഞ്ഞു. 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്, ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുകയാണ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴി എന്ന് പറയാം. അപ്പോൾ പി കെ വീണ്ടും കുറഞ്ഞു, 9.3. 3 CF3 ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അതിൻ്റെ പി കെ വീണ്ടും കുറഞ്ഞു, 5.4. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റി ഓഫ് ദി ഗ്രൂപ്പ്സ് ആണ് പി കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. കോൺജുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആസിഡിനെ സ്ട്രോങ്ങർ ആക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് അപ്പോൾ ഇനിയും ഫാക്ടേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ്ങർ ആസിഡ്? സിട്രിക് ആസിഡ് ഇതാണ് സ്ട്രക്ചർ. പിന്നെ അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും. കാരണം അവിടുന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Cl- അല്ലേ ഫോം ചെയ്യുക. ക്ലോറിൻ കുറേയും കൂടി ഇലക്ട്രോനെഗറ്റീവ് അല്ലേ ഓക്സിജനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രോങ് ആസിഡ് ഈസ് ആൻ ആസിഡ് ദാറ്റ് A partially ionizes in a solution,
ഡസ് നോട്ട് അയണൈസ് ഇൻ എ സൊല്യൂഷൻ, കംപ്ലീറ്റ്ലി അയണൈസ് ഇൻ എ സൊല്യൂഷൻ, നൺ ഓഫ് ദി അബവ്. എന്താണ് സ്ട്രോങ് ആസിഡ്? കംപ്ലീറ്റ്ലി അയണൈസസ് ഇൻ എ സൊല്യൂഷൻ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് എച്ച് പ്ലസിന് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്ട്രോങ്ങർ ആസിഡ്. ഇനി ഫൈൻഡ് ദ സ്ട്രോങ്ങസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ഫ്രം ദി ഫോളോയിങ്. ഇപ്പോൾ 1 2 3 4 നമ്പർ തന്നിട്ടുണ്ട്. ഒന്ന് അസറ്റിക് ആസിഡ്, പിന്നെ അസറ്റിക് ആസിഡിൽ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ, മീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്? ടു എന്നാണ് ഉദ്ദേശിച്ചത്. ഇതായിരിക്കില്ലേ ഫ്ലൂറിൻ വരുമ്പോഴായിരിക്കില്ലേ? ഫ്ലൂറിൻ അല്ലേ കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ കമ്പയർഡ് ടു ക്ലോറിൻ. കാരണം ഈ പ്രോട്ടോൺ ആണ് ഇവിടെ ലൂസ് ആവണത്. പ്രോട്ടോൺ ലൂസ് ആവണത് ഓക്സിജൻ എന്നാണ്. നമ്മൾ നേരത്തെ എച്ച് എഫും ക്ലോറിനും പഠിച്ച ഇതുപോലത്തെ കേസല്ല. ഈ കേസിൽ ഇവിടെ നിന്നാണ് പ്രോട്ടോൺ ലൂസ് ആവണത്. അപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റിയാണ് നോക്കുക. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഏതാ? ഫ്ലൂറിൻ അല്ലേ കമ്പയർഡ് ടു ക്ലോറിൻ. അപ്പോൾ ഇതായിരിക്കും 3 വരുന്നതായിരിക്കും റൈറ്റ് ആൻസർ. ഇനി ഏറ്റവും വീക്കസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ഫോർ ആണ് ഉദ്ദേശിച്ചത്. അതെ, ഇതായിരിക്കും വീക്കസ്റ്റ്. നമ്മൾ ഓർഡറിൽ എഴുതാൻ പറയുകയാണെങ്കിൽ 4 ലെസ് ദാൻ 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3. അതായത് ഇത് സ്ട്രോങ്ങറും ഇത് വീക്കറും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഫീനോളിക് കോമ്പൗണ്ട്സിൽ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ്? ഇതല്ലേ? ഇതായിരിക്കും സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4 ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ്. കാരണം 3 നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 നൈട്രോ ഗ്രൂപ്പ്സ് ഈ O- സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഇത് സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആയിരിക്കും. ഇനി
വീക്കസ്റ്റ് ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? ത്രീ. വീക്കസ്റ്റ് ആസിഡ് ഇതായിരിക്കും. കാരണം ഇത് CH3 ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ ഈ O- ചാർജ് ഡെൻസിറ്റി കൂടും. ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ കോഞ്ചുഗേറ്റ് ബേസ് ഡീസ്റ്റെബിലൈസ്ഡ് ആവും. അത് കാരണം ആസിഡിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇതാണ് വീക്കസ്റ്റ് ആസിഡ്. ഓർഡറിൽ എഴുതാൻ പറയുകയാണെങ്കിൽ 4 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 3. ഇത് വീക്കസ്റ്റ് ആസിഡ്, ഇത് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. അപ്പോൾ നമുക്ക് pKs എങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായില്ലേ? അടുത്ത ലെക്ചറിൽ നമുക്ക് കുറേയും കൂടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അപ്പം ഇനി ഇങ്ങനത്തെ പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ലെക്ചർ കഴിഞ്ഞ് താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് എന്താ നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് 8 മണിക്ക് ക്ലാസ് വയ്ക്കാം. രാവിലെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കില്ലേ? സാറ്റർഡേ സൺഡേ നമുക്ക് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.